സി കാറ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടിവിയും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. ഈ പ്രോഗ്രാമിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി തരാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ അഭിവന്ദ്യമാർ ജോസഫ് പമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ ഫൊറോനയിലെ തിരുമേനി സെൻറ് ആൻ്റണീസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മതബോധന ഗ്രന്ഥത്തിലെ ക്രിസ്തുവിലുള്ള ജീവിതം എന്ന മൂന്നാം ഭാഗത്തിലെ മനുഷ്യവ്യക്തിയുടെ മാഹാത്മ്യം എന്ന അധ്യായത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? സോജി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവെ, മുൻപ് ചെയ്യാൻ പാടില്ലാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാമെന്നായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ ചില കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ദമ്പതിമാരുടെ സ്വാതന്ത്ര്യം കുടുംബജീവിതത്തിൻ്റെ ധാർമ്മികതയെ തന്നെ ബാധിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കത്തോലിക്ക ദമ്പതിമാരോട് പിതാവിന് പറയാനുള്ള നിർദ്ദേശം എന്താണ്? ചില കോടതി വിധികൾ ഈ അടുത്ത കാലത്ത് ചില വിശ്വാസ പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം ഒന്നാണ് ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ചത്, വിവാഹം എന്ന കൂദാശ അല്ലെങ്കിൽ വിവാഹം കൂടാതെ തന്നെ പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല, അതിനുവേണ്ടി ആരും ബഹളം വയ്ക്കണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി വിധി വരാനുണ്ടായ സാഹചര്യത്തെ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് കാരണമായ അല്ലെങ്കിൽ ആ ഒരു വിധിക്ക് നിമിത്തമായ ചില സാമൂഹിക പരിതോവസ്ഥകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൂടെ നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇവിടെ നിങ്ങൾക്കറിയാം സദാചാര പോലീസുകാർ കയറി വിലസുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കനെയും പെണ്ണിനെയും ഒന്നിച്ച് കണ്ടാൽ ഉടനെ പിടിച്ചു കെട്ടിയിട്ട് തല്ലുക, ഇല്ലേ? പലയിടത്തും നമ്മളിങ്ങനെയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടേയിരുന്നു. അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ചൊരു മുറിക്കകത്തിരുന്നു, ഉടനെ പോയി പുറത്തുനിന്ന് കഥ കടച്ച് കുറ്റിയിട്ടു ആളുകളെ വിളിച്ചു കൂട്ടി കൂവിക്കാറി പോലീസിനെ വിളിച്ചു കൊണ്ടുവന്ന് അവരെ അപമാനിച്ചിറക്കി വിടുക. ഇത്തരത്തിൽ ഒരു മനുഷ്യനെ അനർഹമായി ചൂഷണം ചെയ്യുന്ന, അവൻ്റെ സൽപ്പേര് നശിപ്പിക്കുന്ന, അവൻ്റെ ഭരണഘടനാപരമായ സംസാര സഞ്ചാര സൗഹൃദ സ്വാതന്ത്ര്യങ്ങളെ വിലക്കാൻ ഈ ഒരു വ്യവസ്ഥിതി കാരണമാകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സുപ്രീം കോടതി പറഞ്ഞത് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ, സ്ത്രീയും പുരുഷനാകട്ടെ, രണ്ട് പുരുഷന്മാരാകട്ടെ, അതാണ് സ്വവർഗരതിയുടെ വിഷയം. മറ്റേത് കൂടിത്താമസത്തിൻ്റെ വിഷയം. ഇതിനകത്ത് മറ്റുള്ളവർ അനാവശ്യമായി ഇടപെടേണ്ട, നിയമവും പോലീസും അതിനകത്ത് ഇടപെടേണ്ട എന്ന് കോടതി പറഞ്ഞതിൻ്റെ പിന്നിൽ ഇപ്രകാരം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരരാജകത്വത്തെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ കോടതികളുടെ നിരീക്ഷണത്തെ സഭ ഭാവാത്മകമായി കരുതുന്നു. പക്ഷേ കോടതികൾ കാണാതെ പോയൊരു വിഷയമുണ്ട്. ഇതിൻ്റെ പിന്നിലൂടെ സമൂഹത്തിൽ സമ്പൂർണ്ണ അരാജകത്വത്തിന് വഴിതെളിക്കുന്ന വാതിലുകൾ തുറന്നിടാൻ ഇടവന്നു എന്നുള്ളത്. അതായത് എന്താണ്? വിവാഹമേ ആവശ്യമില്ല. വിവാഹമില്ല എങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളുടെ മേൽ വിവാഹ ഉടമ്പടി ഇല്ലാതെ ഒരവകാശവും. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മേലോ ഭർത്താവിന് ഭാര്യയുടെ മേലോ അവകാശമില്ല. അവർ 5-6 കൊല്ലം കൂടി താമസിച്ചു, അതിലൂടെ 2-3 പിള്ളേരും ഉണ്ടായി. അതിനുശേഷം അവർ പിരിയാൻ തീരുമാനിച്ചു, അവർ വേറൊരാളെ കണ്ട് കൂടി താമസിക്കാൻ പോയി. ഇവിടെ ഏറ്റവും അധികം ഇതിലൂടെ സഹിക്കേണ്ടി വരുന്നത്, ഭാരം അനുഭവിക്കേണ്ടി വരുന്നത് ഈ അപ്പനോ അമ്മയ്ക്കോ അല്ല, മറിച്ച് അവരിലൂടെ ജനിക്കുന്ന മക്കൾക്കാണ്. ആരാണ് അവരെ സംരക്ഷിക്കുക? അത്തരത്തിലുള്ള ഒരുപാട് അരാജകത്വങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ സർവ്വവിധ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലകളിലേക്ക് നമ്മുടെ യുവജനങ്ങളെ പ്രായപൂർത്തിയായാൽ അവർക്ക് ഒന്നിച്ച് താമസിക്കാം എന്ന് വരുമ്പോൾ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, നിങ്ങൾ തന്നെ പിള്ളേർ,
പഠിക്കാൻ പോയി. 18 വയസ്സായ പെങ്കൊച്ച്, 21 വയസ്സായ ആൺകുട്ടി. അവരൊന്നിച്ച് താമസിച്ചു. പേരൻസിന് പോലും ചോദിക്കാൻ അവകാശമില്ല. അതവരുടെ സ്വാതന്ത്ര്യമാണ്. എടി, നിന്നെ പഠിക്കാൻ വിട്ടതല്ലോ, നീ വരുന്ന് പഠിക്കുക. അതിന് പകരം നീ എന്നെ ഇങ്ങനെ തുടങ്ങിയേക്കുന്നത്, ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മുടെ മക്കൾ പറയുകയും അതിനെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാമൂഹിക പരിതോവസ്ഥ ഈ കോടതി വിധിയിലൂടെ സംജാതമാകുന്നു എന്നുള്ളത് സത്യം. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഭദ്രമായ ശക്തമായ കുടുംബ ബന്ധങ്ങളാണ്. ആ കുടുംബ ബന്ധങ്ങൾ വിലയില്ലാതായിത്തീരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങൾ ഈ വിധിയുടെ പിന്നാമ്പുറത്ത് ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയണം. ആ ദൂഷ്യഫലങ്ങളെ നിയന്ത്രിക്കാനും തിരുത്താനുമുള്ള നടപടികൾ കൂടി കോടതികൾ നിർദ്ദേശിക്കണം എന്നതാണ് സഭയ്ക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? പിതാവേ, ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഇതിലാരും ഇടപെടേണ്ട എന്ന് കൗമാരക്കാരായ കുട്ടികൾ പറയുമ്പോൾ അവരെ എങ്ങനെയാണ് നാം സന്മാർഗത്തിലേക്ക് നയിക്കേണ്ടത്? യെസ്, ടീച്ചർ ചോദിക്കുന്നത്, ചില പിള്ളേരുണ്ട് ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ്, ആരും ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളത്. നമ്മൾ മുൻ ഒരു ചോദ്യത്തിൽ നമ്മൾ അതിൻ്റെ ഉത്തരം വിശദീകരിക്കാൻ ശ്രമിച്ചതാണ്. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ രൂപം കൊള്ളുന്നു. ആരോടും ബന്ധമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാൻ ഞാൻ ഒറ്റമരത്തിൽ ഉണ്ടായി വന്ന പാക്കാനൊന്നുമല്ല, അല്ലേ? ഞാനുണ്ടായതൊരു കുടുംബത്തിലാണ്, ഞാനുണ്ടായത് മാതാപിതാക്കളിൽ നിന്ന്, ഞാൻ വളർന്നത് എൻ്റെ സഹോദരങ്ങളുടെ ഇടയിലാണ്, ഞാൻ അക്ഷരം പഠിച്ചത് എൻ്റെ അധ്യാപകരിൽ നിന്നാണ്, എനിക്ക് ജീവിതം കിട്ടിയത് എൻ്റെ ദൈവത്തിൽ നിന്നാണ്. ഇവരോടെല്ലാം എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ആ കടപ്പാടുകളുടെ ബന്ധങ്ങളുടെ ശൃംഖലയിലാണ് മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യത്തെ കണ്ടെത്തേണ്ടതും ജീവിക്കേണ്ടതും. ഈ ബന്ധങ്ങളെയെല്ലാം മുറിച്ചു കളഞ്ഞാൽ മനുഷ്യൻ എവിടെ ചെന്ന് അവസാനിക്കും? അവൻ അസ്തിത്വ ദുഃഖം അനുഭവിക്കുന്ന, ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളികയും മയക്കുമരുന്നും ആവശ്യമുള്ള, ആത്മഹത്യയ്ക്കപ്പുറത്ത് ജീവിതത്തിന് പ്രകാശം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി ആ വ്യക്തി തീരും. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ടീനേജേഴ്സ് പലപ്പോഴും കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെയാണ് പറയുന്നത്. അവരിത്രയും സീരിയസ് ആയിട്ടൊന്നും അല്ല പറയുക. ടി വി ഓഫാക്കി വെക്കടാന്ന് മമ്മി പറഞ്ഞപ്പോൾ മമ്മിക്ക് സീരിയൽ കാണാമല്ലോ, പിന്നെ എനിക്ക് തന്നെ ടി വി ഓണാക്കി വെച്ചാൽ ഞാനും ഒരു സ്വതന്ത്ര മനുഷ്യനാണ് എന്നൊക്കെയല്ലേ പിള്ളേർ വീട്ടിൽ പറയുന്നത്. അത്രയൊക്കെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനെ ഒരു വലിയ സാങ്കേതിക പ്രശ്നമായി കരുതേണ്ടതില്ല. അവരോട് സാവകാശം, നമ്മളുടെ പലപ്പോഴും നമ്മുടെ അധ്യാപകരുടെ ആകാം, മാതാപിതാക്കളുടെ ആകാം, ഇടപെടലുകളുടെ പ്രശ്നമാണ് പലപ്പോഴും അവരെ ഇങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുക. റോമിൽ നടന്ന യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡിൽ ഒരു യുവാവ് ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അവൻ പള്ളിയിലൊന്നും പോകുന്നില്ലാത്ത, അധികം പ്രാർത്ഥിക്കാത്ത മാർപ്പാപ്പ എല്ലാ വിഭാഗങ്ങളിലും പെട്ട യുവജനങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്. അതിൽ പള്ളിയിലൊന്നും പോകാത്ത ഒരുത്തൻ എന്തുകൊണ്ട് അവൻ പള്ളിയിൽ പോകുന്നില്ല, അവൻ കുറച്ചു കാലം പോയി ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം അവൻ പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയിരുന്ന കാലത്ത് ബൈബിളിൽ ഒരു ഉപമ കേട്ടിട്ടുണ്ട്, ധൂർത്തപുത്രൻ്റെ ഉപമ. അതിനകത്തെ അപ്പനെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എന്നാ ചെയ്താലും സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന, കരുണ കാണിക്കുന്ന അപ്പനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലോ സഭയിലോ ഒരിടത്തും ഈ അപ്പനെ കണ്ടിട്ടില്ല. അതേസമയം സർവത്ര സ്ഥലങ്ങളിലും ഈ ധൂർത്തപുത്രൻ്റെ ചേട്ടനെ കാണാമെന്ന്. എന്താണ് ഈ ചേട്ടൻ്റെ പ്രത്യേകത? ഇവൻ പിഴവെട്ടവനാണ്, ഗതികെട്ടവനാണ്, ഇവൻ ആ പാപം ചെയ്തു, ഈ പാപം ചെയ്തു, അവനെ പെരേ കയറ്റാൻ കൊള്ളാത്തവനാണ്, കണ്ടില്ലേ അവൻ വന്നിരുന്ന് തിന്നു കുഴിച്ച് ആനന്ദിക്കുന്നത് എന്നും പറഞ്ഞ് നിരന്തരം കുറ്റപ്പെടുത്തുന്ന മനുഷ്യരെ ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്തൊന്നും ഒരു താല്പര്യവും ഇല്ല എന്നാണ് ഒരു ഓസ്ട്രേലിയക്കാരൻ ചെറുപ്പക്കാരൻ്റെ പ്രതികരണം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി കുറേയൊക്കെ അവൻ പറയുന്നത് ശരിയുണ്ട്. നമ്മൾ യുവജനങ്ങളെ പലപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരെ ഇത്തരത്തിൽ പ്രകോപനപരമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് അവരുടെ പക്ഷത്ത് നിന്ന് അവരെ മനസ്സിലാക്കി അവരെ സ്നേഹിക്കുമ്പോൾ ഒരുപക്ഷെ
ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തെറ്റായ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കാനും ഈ ബന്ധങ്ങളുടെ ഹൃദ്യത അവന് ബോധ്യമാകാനും ഇടവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, സോന ടീച്ചറാണ്. സോന ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, തിരുവചനത്തിൽ പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. എങ്ങനെയാണ് സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നത്? യെസ്, സോന ടീച്ചർ പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതായത് പലപ്പോഴും നമ്മൾ സത്യം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലതിനെയും തെറ്റായി വിമർശിക്കുന്നത്, തെറ്റായ മനോഭാവങ്ങൾ പുലർത്തുന്നത്, അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുകയാണ്, കാല് നീട്ടി വെച്ചിരിക്കുമ്പോൾ ഇതിൽ നടന്നു പോയൊരുത്തൻ നമ്മുടെ കാലേ കയറി ചവിട്ടി ചതച്ചുകൊണ്ട് പോയി. നമ്മൾ ചൂടായി, നീ എവിടെ നോക്കിയാണ് നടക്കുന്നത്, നിൻ്റെ മുഖത്ത് കണ്ണില്ലേ, നിനക്ക് മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയത്തില്ലേ? ചൂടായി കഴിഞ്ഞപ്പോഴാണ് വേറൊരാൾ പറഞ്ഞു, അയ്യോ അവൻ അന്ധനാണ്, അവന് കണ്ണ് കാണാൻ മേലാത്തതാണ്. നമ്മൾ വിചാരിച്ച അവൻ അഹങ്കാരം കൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നതാണെന്നാണ് വിചാരിച്ചത്. അവന് കണ്ണ് കാണാത്ത മനുഷ്യനായിരുന്നു. അവന് കണ്ണ് കാണിയേല എന്ന സത്യം നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മുടെ പ്രതികരണം മാറി, അല്ലേ? അയ്യോ സോറി, നമ്മൾ എഴുന്നേറ്റ് ചെല്ലും, ചേട്ടൻ എവിടെയാണ് പോകണ്ടേ, എനിക്ക് ഇന്നയാളെ കാണാനാണ് പോകുന്നത്, അയാൾ 27-ാം നമ്പർ മുറിയിലാണ്, ഞാൻ കൊണ്ടേ വിടാമെന്ന് പറഞ്ഞ് നമ്മൾ ചൂടായി നമ്മൾ തന്നെ അയാളെ കയ്യെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും, അല്ലേ? ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വതന്ത്രരായി, ആ പ്രശ്നം നമ്മൾ തീർന്നു, അല്ലേ? ഞാൻ ഈയിടെ ഞങ്ങളുടെ കോളേജിൽ ചെന്നപ്പോൾ ഒരുത്തൻ മുട്ടയടിച്ച് നടക്കുന്നു. അവൻ എന്തോ കാര്യത്തിന് അവിടെ വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഹിന്ദി വില്ലന്മാരൊക്കെയാണ് കോളേജിൽ വരുന്നത്. പ്രിൻസിപ്പളിനോട് ചോദിച്ചപ്പോൾ വേറൊരു ടീച്ചർ പറഞ്ഞു, അയ്യോ അവൻ കീമോതെറാപ്പി നടത്തുന്ന ഒരു പയ്യനാണ്. എൻ്റെ വിചാരം അവൻ എന്തോ ഹിന്ദി സിനിമയിലെ വില്ലന്മാരെ അനുകരിച്ചുകൊണ്ട് മുട്ടയടിച്ചുകൊണ്ട് വന്നതാണ്. അല്ല, അവൻ കീമോതെറാപ്പി നടത്തുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും എൻ്റെ മനോഭാവം മാറി. അയ്യോ അവനെ ഞാൻ വില്ലനായിട്ട് കരുതി, വാസ്തവത്തിൽ അവൻ എത്രയോ കരുണയും സ്നേഹവും അർഹിക്കുന്ന കൊച്ചായിരുന്നു, അല്ലേ? അതാണ് ഈശോ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ സത്യം അറിയുന്നില്ല. ഇനി നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ സത്യം എന്താണ്? നാം എല്ലാം പാപികളായിരിക്കവേ ദൈവം നമ്മളെ അഗാധമായി സ്നേഹിച്ചുവെന്നും തൻ്റെ ഏകജാതനായ ഈശോ മിശിഹായുടെ ജീവൻ വിലയായി കൊടുത്ത് അവിടുന്ന് നമ്മളെ രക്ഷിച്ചു എന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സത്യം. ആ സത്യം അറിഞ്ഞാൽ നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായി രക്ഷയുടെ വഴിയിലായി. അതാണ് സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത്. ടീച്ചർക്ക് ഉത്തരം വ്യക്തമായല്ലോ, അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ഷാമിൽ ടീച്ചറാണ്. ഷാമിൽ ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, സ്വതന്ത്രമായ മനസ്സാക്ഷി എന്നാൽ എന്താണ്, ഒന്ന് വ്യക്തമാക്കി തരാമോ? അതായത് നമ്മുടെ മനസ്സാക്ഷി പലപ്പോഴും തെറ്റായ നിഗമനങ്ങളിൽ എത്തുന്നതിൻ്റെ കാരണമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വളരുന്ന സാഹചര്യങ്ങൾ, തെറ്റായ സാഹചര്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയിൽ സ്വവർഗ അനുരാഗം ഉണ്ടാകുന്നത്, ഒരു മനുഷ്യൻ ജനിച്ചപ്പോഴേ സ്വവർഗ അനുരാഗിയായി ജനിച്ചു എന്ന് ഒരു ശാസ്ത്രവും ഇതുവരെയും തെളിയിച്ചിട്ടില്ല. ഒരു ക്രോമസോമൽ ഡിസോർഡറും ആ വ്യക്തിയിലില്ല. മറിച്ച് സഭ അതേക്കുറിച്ച് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, സഭയുടെ നിലപാടിൻ്റെ മാനദണ്ഡവും ഇതാണ്. ആ വ്യക്തി വളർന്ന സാഹചര്യങ്ങൾ ആ വ്യക്തിയെ സ്വവർഗ അനുരാഗത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായിരുന്നു. അതല്ല എങ്കിൽ ഒരു വ്യക്തി കള്ളന്മാരുടെ കൂടെ വളർന്നു, അവൻ കള്ളനായിത്തീർന്നു. അവൻ്റെ സാഹചര്യങ്ങൾ അവനെ ആ രീതിയിൽ രൂപപ്പെടുത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ആ വ്യക്തിയുടെ മനസാക്ഷിക്ക് അനുസരിച്ചാണോ ആ വ്യക്തി പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടും ആ വ്യക്തി തെറ്റാ ചെയ്യുന്നു. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് ശരിയായ അറിവ് ലഭിച്ചിട്ടില്ല. വെൽ ഇൻഫോംഡ് കോൺഷ്യൻസ് എന്ന് പറയും. ശരിയായ രീതിയിൽ അറിവ് ലഭിച്ച മനസാക്ഷിയാണ് സ്വതന്ത്ര മനസാക്ഷി. അതാണ് ശരിയായ അറിവ് കിട്ടിയ മനസാക്ഷി, സ്വതന്ത്ര മനസാക്ഷി. സ്വതന്ത്ര മനസാക്ഷിയുടെ മറ്റൊരു ലക്ഷണം ഭയം കൂടാതെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ ഇന്നയാളെ ഫോൺ വിളിച്ച് ഇന്ന കുറ്റം ആരോപിക്കണം
ഇത്ര പൈസ അയാളിൽ നിന്ന് മേടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കും. ഞാനത് ചെയ്യാമെന്ന് ഭാര്യ പറഞ്ഞു. ചെയ്തില്ല എങ്കിൽ ഇതാ വെട്ടുകത്തിയിരിക്കുന്നു, നിൻ്റെ കഴുത്ത് വെട്ടി ഇപ്പം ഞാൻ താഴെ ഇടും എന്ന് പറയുമ്പോൾ ഭാര്യ പേടിച്ച്, അല്ലെ നിൻ്റെ പിള്ളേരെ പിടിച്ച് ഞാൻ കിണറ്റിലിടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഭാര്യമാരെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിപ്പിച്ച ചില ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ദുഷ്ടന്മാരുണ്ട്. ആ ഭാര്യയുടെ പ്രവൃത്തി മനസാക്ഷി അനുസരിച്ചാണോ ചെയ്യുന്നത്? അല്ല, അവൾ ഭയം കൊണ്ട് ചെയ്യുന്നു. തനിക്കോ തൻ്റെ മക്കൾക്കോ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ സ്വാതന്ത്ര്യം അവിടെ ഇല്ല, ഭയത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനസാക്ഷിയാണ്. വീണ്ടും ചിലത് സംശയ രോഗമുള്ള മനസാക്ഷിയുണ്ട്. ചിലർക്ക് സംശയം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സംശയമുള്ളവരുണ്ട്, അല്ലേ? വീട് പൂട്ടിയോ, 2 തവണ ഇറങ്ങി വെച്ചിട്ടും വീട് പൂട്ടിയോ, എടാ ഒന്നുകൂടെ പോയി നോക്കിയാണ്, എനിക്ക് പൂട്ടി, അവൾ നോക്കി ശരിയായില്ലെന്ന്, നീ ഇവിടെ ഒന്ന് നോക്കി. പിള്ളേരോട് അങ്ങനെ പറയുന്ന ചേട്ടത്തിമാരുണ്ട്. ഈയിടെ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ വീടാണ്. ചെറുപ്പമല്ല, എൻ്റെ പ്രായമുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേരെന്നോട് ചോദിച്ചു, പിതാവേ ഈ പപ്പ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉഴപ്പനായിരുന്നോ, എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു ഉഴപ്പനായിരുന്നതിൽ ഇപ്പം നമ്മളത് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവൻ വളരെ മിടുക്കനായിരുന്നു, സമർത്ഥനായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പപ്പ ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ഒരു കൊച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അവൾ പറഞ്ഞു, പിതാവേ പപ്പ വളരെ സ്മാർട്ടാണ്, പക്ഷേ പപ്പായ്ക്ക് ഒരു പ്രശ്നമുണ്ടെന്ന്. എന്നാന്ന് ചോദിച്ചാൽ പപ്പായ്ക്ക് തേപ്പുകൊട്ടി പേടിയാണ്, ഈ അയൺ ബോക്സ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പപ്പ 10 കിലോമീറ്റർ ചെന്നിട്ടാണേലും അയൺ ബോക്സ് ഓഫാക്കിയായിരുന്നോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞ് വണ്ടി തിരിച്ചു ഓടിച്ചുകൊണ്ട് വന്നിട്ട് തുറന്നു നോക്കി, ഇവിടെ അയൺ ബോക്സ് ഓഫായ കിടക്കുന്നു. വീണ്ടും തിരിച്ചു പോയി വെച്ചിട്ട് ഒരു ദിവസം 2 കിലോമീറ്റർ, അയ്യോടി അത് പ്ലഗേന്ന് ഊരിയിട്ടില്ലല്ലോ, ചിലപ്പം സ്വിച്ചിങ്ങാനും തന്നെ ഓണായി പോയാൽ കത്തിയല്ല, വീട് മുഴുവൻ കത്തിപ്പോയി. വീണ്ടും വണ്ടി തിരിച്ചുകൊണ്ട് വന്നു. ആ കൊച്ചനോട് പറഞ്ഞു, ഈ പപ്പായ്ക്ക് ആരോ അയൺ ബോക്സിൽ വിഷം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പുള്ളിക്ക് പേടി. അതൊരു സ്ക്രൂപ്ലസ് കോൺഷ്യൻസ് ആണ്, അല്ലേ? സംശയമാണ്, മൊത്തം സംശയം. അങ്ങനെയുള്ളതും സ്വതന്ത്രമായ മനസാക്ഷിയല്ല. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പൂർണ്ണമായ അറിവ്, സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള വിമുക്തി, സംശയത്തിൽ നിന്നുള്ള വിടുതൽ, ഇതൊക്കെ ആർജിച്ച് കഴിയുമ്പോഴാണ് ഒരു മനസാക്ഷി സ്വതന്ത്ര മനസാക്ഷിയാണ് എന്ന് പറയാൻ പറ്റുക. ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, പ്രിൻസ് സാറാണ്. പ്രിൻസ് സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് ഒരുവനൊരു പ്രവൃത്തി ചെയ്യുന്നു, അവൻ ആ പ്രവൃത്തിയുടെ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല, അവനതിനെക്കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം അവനിലുണ്ടോ? ഉദാഹരണമായിട്ട് ഒരു കള്ളൻ്റെ മകൻ കള്ളനായിത്തീരുന്നു, അവനെ അങ്ങനെ ആക്കിത്തീർത്തത് അവൻ്റെ സാഹചര്യങ്ങളല്ലേ? അവൻ്റെ പ്രവൃത്തികൾക്ക് അവന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടോ? അവൻ ശിക്ഷിക്കപ്പെടുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ധാർമ്മിക പ്രശ്നമാണ്. അതായത് ഒരു മകൻ കള്ളനായിത്തീരുന്നു, അല്ലേ? മന്ത്രിയുടെ മകൻ മന്ത്രിയായിത്തീരുന്നത് പോലെ കള്ളൻ്റെ മകൻ കള്ളനായിത്തീരാം. ഓരോരുത്തരും കാരണവന്മാരെ അനുകരിച്ചാകുന്നു. അതിനകത്ത് എങ്ങനെയാണ് തെറ്റ് പറയുന്നത്? ആ കള്ളനെ ശിക്ഷിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് സാറിൻ്റെ ചോദ്യം. ഇത് പറയുമ്പോഴും അത് സഭയുടെ പഠനമനുസരിച്ച് ആ വ്യക്തി തെറ്റുകാരനാണ്, ശിക്ഷാർഹനാണ്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ദൈവം കള്ളൻ്റെ മകനായി സൃഷ്ടിക്കപ്പെട്ടപ്പോഴും ആ സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞിനെ സ്വതന്ത്ര മനുഷ്യനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആ തെറ്റിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവം അവന് അറിയിപ്പ് കൊടുത്തിരുന്നു, ഇത് തെറ്റാണ്, ഇത് തെറ്റായ വഴിയാണ്. മനുഷ്യൻ സാഹചര്യങ്ങളുടെ അടിമയല്ല, സാഹചര്യങ്ങളെ നിയന്ത്രിക്കേണ്ടവനാണ്. ഇതാണ് സഭയുടെ പഠനം എന്ന് പറയുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ അടിമയാണ്, എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം കള്ളത്തരം കാണിക്കുന്നു, അതുകൊണ്ട് ഞാനും കള്ളത്തരം കാണിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാനൊരു സ്വതന്ത്ര മനുഷ്യനായതിനാൽ ഈ തെറ്റിനോട് നോ എന്ന് പറയാൻ
എനിക്ക് അവകാശമുണ്ട്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യേണ്ടതാണ്. അവൻ മാത്രമല്ല അതിൽ കുറ്റക്കാരൻ, സമൂഹം ഒന്നാകെ കുറ്റക്കാരനാണ്. ഈ വ്യക്തി സ്കൂളിൽ വരുമ്പോൾ സത്യത്തെക്കുറിച്ചുള്ള ശരിയായ ബോധനം ആ വ്യക്തിക്ക് നൽകാൻ അധ്യാപകർക്ക് കഴിയണം. മതബോധന ക്ലാസ്സിൽ ആ പരിശീലനം നൽകേണ്ടതുണ്ട്. സമൂഹം, ഈ മാതാപിതാക്കൾ അപ്പൻ കക്കാൻ പോയി എന്നുള്ളത് ഈ അപ്പനെ മാത്രമല്ലല്ലോ അവൻ ഈ സമൂഹത്തിൽ കാണുന്നത്. അവൻ സമൂഹത്തിൽ ഒരുപാട് വിപരീത സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. ആ സാക്ഷ്യങ്ങളുണ്ട്. അതുപോലെ ദൈവം അവൻ്റെ അന്തരാത്മാവിൽ എഴുതിയ ഒരു മനസാക്ഷിയുടെ നിയമമുണ്ട്. ആ നിയമമെല്ലാം വഴി അവൻ അറിയാം ഇത് തെറ്റായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യനെ കേവലം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട ഒരു ഗതികിട്ടാപ്രേതം ആയിട്ട് സഭ കരുതുന്നില്ല. മറിച്ച് ഏതൊരു സാഹചര്യത്തെയും തിരുത്താനും അതിജീവിക്കാനും അതിന് വിപരീതമായത് പ്രവർത്തിക്കാനുമുള്ള കഴിവും കരുത്തും സ്വാതന്ത്ര്യവും ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളുടെ പേരിൽ തിന്മകളെ ന്യായീകരിക്കുന്നത് സഭയുടെ ധാർമ്മിക പ്രബോധനം ന്യായീകരിക്കുന്നില്ല. യെസ്. ഇനി അടുത്ത ചോദ്യം ആരാണ് ഇനി ചോദിക്കുക? ടെസി ടീച്ചറാണ് ചോദിക്കുന്നത്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, ഭാവിയിൽ നന്മയുണ്ടാകാമെന്ന് വിചാരിച്ച് ഇപ്പോൾ തിന്മ ചെയ്യാമോ? അതുപോലെ തന്നെ ഒരു വലിയ തിന്മ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തിന്മകൾ ചെയ്യാമോ? ഭാവിയിൽ നന്മയുണ്ടാകാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ തിന്മ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം എന്താണ്? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കില്ല. അതാണ് അതിൻ്റെ ധാർമ്മിക തത്വം. അതായത് എന്താണ് കമ്മ്യൂണിസത്തിൽ പറ്റിയ അബദ്ധം? അതാണ് കമ്മ്യൂണിസം പറഞ്ഞു, അതാ തൊഴിലാളി വർഗ സർവാധിപത്യം, സർവർക്കും സമത്വം സാഹോദര്യം കിട്ടാൻ പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? തൊഴിലാളികൾ സംഘടിച്ച് മുതലാളികളുടെ കഴുത്ത് വെട്ടി അവരെ കൊല്ലണം, അവരുടെ സ്വത്ത് പിടിച്ചെടുക്കണം, വർഗസമരം നടത്തണം. ആ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഈ സമത്വം എന്ന നല്ല ലക്ഷ്യത്തിലെത്താം എന്ന് അവർ പഠിപ്പിച്ചപ്പോൾ മഹാത്മാഗാന്ധിയാണ് അതിന് ഉത്തരം പറഞ്ഞത്, ലക്ഷ്യം ഒരിക്കലും മാർഗത്തെ സാധൂകരിക്കില്ല. അതായത് നമ്മൾ ജാലിയൻ വാലാബാഗിൽ ജനറൽ ഡയർ കൂട്ടക്കൊല നടത്തി. പ്രകോപിതരായ ഇന്ത്യക്കാരെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പലതിലും തീയിട്ടു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യ സമരം നിർത്തിയിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അതൊക്കെ നന്മയാണ്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഈ തോന്നിയാസത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത് എന്ന് മഹാത്മാഗാന്ധി പഠിപ്പിച്ചു. സുവിശേഷത്തിൻ്റെ ഹൃദയം അതാണ്, അല്ലേ? മറ്റുള്ളവർ നിങ്ങളോട് ദുരാരോപണം നടത്തുമ്പോൾ എന്നാ ചെയ്യാനാണ് ഈശോ പറഞ്ഞത്? നിങ്ങൾ അതിൽ ആനന്ദിക്കാനാണ്. അവൻ നിൻ്റെ വലത് കരണത്തടിച്ചാൽ ഇടത്തേ കരണം കാണിച്ചു കൊടുക്കാൻ പറയും. സുവിശേഷത്തിൻ്റെ ഭാഷ്യം എന്ന് പറയുന്നത് നന്മ എന്നെങ്കിലും ഉണ്ടാകും, അതിനുവേണ്ടിയാണ് ഞാൻ ഈ തിന്മ ചെയ്യുന്നത് എന്ന് പറയാൻ പാടില്ല. തിന്മ എപ്പോഴും തിന്മ തന്നെയാണ്. തിന്മയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ പാടില്ലതാണ്. വ്യക്തമായി നേടുക. നമ്മൾ സാധാരണ പിതാവ് ചിലപ്പം ഇതിനോടനുബന്ധിച്ച് ആൾക്കാർക്കുണ്ടാകുന്നൊരു സംശയമാണ്, ഭാവിയിൽ നന്മയുണ്ടാകും. അല്ലെങ്കിൽ ഉദാഹരണത്തിനായിട്ട് ഒരു സ്ത്രീക്ക് ഗർഭധാരണ സമയത്ത് ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, അപ്പോൾ ഭാവിയിൽ ഡോക്ടർ പറയുകയാണ് ആ കുഞ്ഞിനെ കളയുകയാണെങ്കിൽ ഭാവിയിൽ നന്മയുണ്ടാകും, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കുട്ടികൾ പിന്നീട് ഉണ്ടാവും, ഇതിനെ കളയുന്നതായിരിക്കും നല്ലത്, അങ്ങനെ ഒരു അഭിപ്രായം വരുന്നു. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. ഈ ടീച്ചർ പറഞ്ഞ ആശയത്തോട് യോജിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഒരു യെസ്, ഇവിടെ നമ്മൾ ഇപ്പം ഇത്തരം വിഷയങ്ങളെ നമ്മൾ ഓരോന്നിനെയും വളരെ സങ്കീർണമായ വിഷയങ്ങളാകിയാൽ ഓരോന്നിനെയും വ്യത്യസ്തമായി വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യം ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം ഉണ്ടാകാൻ ഇടയുണ്ട്, അതുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയണം, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് മാതാപിതാക്കളോട് പറഞ്ഞാൽ മാതാപിതാക്കൾ ഡോക്ടറോട് പറയണം, ആ കുഞ്ഞിനെ ഞങ്ങൾ തിന്മയായി അല്ല കരുതുന്നത്, നന്മയായിട്ട് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം ഞങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്ന ദൈവം
ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തരുന്നുവെങ്കിൽ അതിലൂടെ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും കഴിയുമ്പോഴാണ് ഒരുവൻ സുവിശേഷത്തിനനുസൃതമായ മാതാപിതാക്കളായി മാറുന്നത്. ഇനി അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ ചില സാഹചര്യങ്ങളിൽ ഇപ്പം ഗർഭപാത്രത്തിൽ ട്യൂമറുണ്ട്, ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുന്നു. അത് ഉടനടി നീക്കം ചെയ്തില്ല എങ്കിൽ അമ്മയുടെ ജീവൻ അപകടത്തിലാകും. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു? അതാണ് തെറാപ്യൂട്ടിക് അബോർഷൻ. അവിടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഡോക്ടർ ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ചികിത്സയുടെ ഭാഗമായി കുഞ്ഞിനെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കാം. കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഡോക്ടറാകട്ടെ മാതാപിതാക്കളാകട്ടെ പ്രവർത്തിക്കുന്നത് തെറ്റാണ്. അതേസമയം അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ കുഞ്ഞിന് സ്വാഭാവികമായി സംഭവിക്കുന്ന ജീവഹാനി ന്യായീകരിക്കപ്പെടാവുന്നതുമാണ്. ടീച്ചർ ചോദിച്ച രണ്ടാമത്തെ ഭാഗവും അതുപോലെ തന്നെയാണ്. വലിയൊരു തിന്മ ഒഴിവാക്കാൻ വേണ്ടി ഈ പറയുന്ന ചെറിയൊരു തിന്മ ചെയ്യുന്നത്, അതിനൊരു വിശദീകരണം കൂടെ. ഇത് വലിയൊരു തിന്മ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തിന്മ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പൊതുവായൊരു ഉത്തരം പറയുക സാധ്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തിന്മയുടെ വലിപ്പവും ചെറുപ്പവും ഒക്കെ എന്താണ്? നമുക്കിത് വലുതാണെന്ന് തോന്നും, നമുക്കിത് ചെറുതാണെന്ന് തോന്നും, ഇല്ലേ? അതേസമയം നമ്മൾ ഈ പറയുന്ന കാര്യം നമ്മൾ ഈ തിന്മ ചെയ്യുന്നയാൾക്ക് അത് അങ്ങേയറ്റം ദുരന്ത കാരണവും നമ്മൾക്ക് അത് നിസ്സാരവുമായിരിക്കാം. അതുകൊണ്ട് ഇതൊക്കെ ആപേക്ഷികമായ വിഷയങ്ങളാകയാൽ ഒറ്റപ്പെട്ട കേസുകളെ അതിൻ്റെ സൂക്ഷ്മതയിൽ വിലയിരുത്തി മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഒരു പൊതുതത്വം എന്ന നിലയിൽ വലിയൊരു തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ചെറിയ തെറ്റ് ചെയ്യാൻ മേലെ എന്ന് ചോദിച്ചാൽ ഈ വലിപ്പവും ചെറുപ്പവും ഒക്കെ വളരെ ആപേക്ഷികമായ വിഷയങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന വലിയ തിന്മ ഒഴിവാക്കാൻ ഇപ്പോൾ ഒരു ചെറിയ തിന്മ ചെയ്യാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ ഭാവിയിൽ ഇതെങ്ങനെയാണ് പരിണമിക്കുന്നത് എന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും, ഇല്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ളതെല്ലാം വളരെ സങ്കീർണമായ വിഷയങ്ങളാണ്. ടീച്ചറിൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു കൃത്യമായ വിഷയം അല്ലെ സംഭവം ഉണ്ട് എങ്കിൽ ചോദിച്ചാൽ അതിൻ്റെ വിശദീകരണം ഞാൻ പറയാം. അല്ലാതെ ഒരു പൊതുതത്വമായിട്ട് പറയാൻ തക്ക വിധത്തിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഓക്കെ, ഉത്തരം വ്യക്തമായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.